Hey, do you want to know the power of your subconscious mind? നിങ്ങൾക്ക് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് യാതൊരു രീതിയിലും പരിചയമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് ഇതുവരെ നിങ്ങൾ കാണാത്തതോ കേൾക്കാത്തതോ ടച്ച് ചെയ്യാത്തതോ എക്സ്പീരിയൻസ് ചെയ്യാത്തതോ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഒരു രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം. അത് ഇതുവരെ നിങ്ങൾ പോവാത്ത സ്ഥലമായിരിക്കാം, കാണാത്ത ആളുകളായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരൊറ്റ കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട്, ആ ഒരു വാക്ക് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയുക, ചിന്തിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റം അടുത്ത ദിവസം, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അല്ല, അടുത്ത സെക്കൻഡ്സ് മുതൽ അത് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും എന്ത് ചെയ്യുന്ന സമയത്തും ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് മേ ബി എന്താണോ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം അടുത്ത സെക്കൻഡ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കുന്നതായിരിക്കാം, ആ സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കുന്നതായിരിക്കാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്, അതായത് നമ്മൾ ഇതുവരെ കാണാത്തതോ കേൾക്കാത്തതോ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം ചിന്തിക്കുന്ന സമയത്ത്, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ കൊടുക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പോലും തിരയാതെ നമ്മുടെ കൺമുന്നിലേക്ക് എങ്ങനെ വരുന്നു, നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ വരുന്നു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ്. Trust me, this is not something I am gathering from external ideas. I believe it's my cosmic memories, or as I always say, it's a very special message my inner self is whispering to me. So ഈ കാര്യങ്ങൾ probably നിങ്ങൾക്ക് വേറെ എവിടുന്നും കേൾക്കാൻ സാധിക്കില്ല. So definitely ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും സ്റ്റക്ക് ആവുന്നുണ്ടായിരിക്കാം, അവരുടെ ലൈഫിൽ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെ? ചില ആളുകൾക്ക് ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം, സെൽഫ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. സോ ഇതൊക്കെ സെറ്റ് ആക്കി, അല്ലെങ്കിൽ ഇതൊക്കെ വന്ന എനിക്ക് എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും ലൈഫിൽ സ്റ്റക്ക് ആവുന്നത്. ആൻഡ് മെയിൻലി ഈ ഒരു സമയം നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വലിയ രീതിയിൽ കാണാൻ കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, വളരെ നോർമൽ ലൈഫിൽ പോവാണ്, അതിനു മേലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളോ ആഗ്രഹങ്ങൾ വെക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട ആളുകളല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ പോവരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഇസ് ഫോർ യു. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ്, ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെയാണ്. ഞാൻ വേറെ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ പെട്ടെന്നാണ് ഈ ഒരു കൈൻഡ് ഓഫ് മെമ്മറീസ്, ഈ ഒരു ഐഡിയ എന്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. സോ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ വോണ്ട് ടു ഡു ഇറ്റ് റൈറ്റ് നൗ. അല്ലെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചാൽ ഈ ഒരു ഫയർ, ഈ ഒരു എനർജി എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഇന്നർ ചൈൽഡ്. ഇവർ 3 ആൾക്കാരും എങ്ങനെ കണക്റ്റഡ് ആണ്. ഇവരെ പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെ? കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. നിങ്ങളത് മസ്റ്റ് ആയിട്ട് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാം. സോ ഇന്ന് ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സോ ഇന്നലെ നമ്മൾ പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവർ ഹോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെന്നുള്ളത്, അല്ലെ? പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കുഴപ്പം എന്താ? അത് നല്ലതും ചീത്തതും ചിന്തിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ലോജിക് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത്, ഇതെന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇത് ചെയ്യണോ വേണോ വേണ്ടയോ, എന്തിനാ എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മൾ ചിന്തിക്കും, അല്ലെ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ല. സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ ചിന്തിക്കില്ല. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്തൊക്കെ ചെയ്യുന്നോ, എന്തൊക്കെ ആക്ഷനോ, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ, എവിടൊക്കെ പോകുന്നോ, നമ്മുടെ നിഴല് പോലെയാണ്. എവിടൊക്കെ പോകുന്നോ അത് നമ്മളുടെ കൂടെ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഓരോ കാര്യങ്ങൾ, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങള്, പക്ഷെ അതിനറിയില്ല. അതിന് ഇങ്ങനത്തെ കഴിവുണ്ടെന്ന് നമ്മൾ ചോദിക്കാത്തടത്തോളം കാലം, നമ്മൾ പറയാത്തടത്തോളം കാലം അതിന് അറിയില്ല.
ജസ്റ്റ് ഇമാജിൻ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഫ്രണ്ടാണ്. ആ വ്യക്തി എപ്പോഴും ആ വ്യക്തിയുടെ ഫ്രണ്ടിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി, ആ വ്യക്തിയുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, കടങ്ങള്, ബാധ്യതകള്, ഇതിനെ പറ്റിയിട്ടാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഫ്രണ്ട് ചെയ്യുന്നത് അത് ആ വ്യക്തിയുടെ ലൈഫിൽ കൺഫേം ചെയ്യുന്ന, അതേ അളിയ അങ്ങനെ തന്നെയാണ് നിന്റെ ലൈഫ് എന്ന് കൺഫേം ചെയ്യുന്ന കാര്യങ്ങളാണ് വീണ്ടും ഇട്ടുകൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം വീണ്ടും സംസാരിക്കുന്ന സമയത്ത് അവിടെ അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ് ഈ ഫ്രണ്ടിന് സംസാരിക്കാനുള്ളത്, റൈറ്റ്? ഇതിനു പകരം ഈ ഫ്രണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നത്, എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള വഴികളൊക്കെ എന്റെ ലൈഫിലേക്ക് വരാണ്, അതിനുള്ള വഴികളൊക്കെ എനിക്ക് വരും, എനിക്ക് നല്ലൊരു ജോബ് കിട്ടും, എന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ മാറും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? ആ വ്യക്തിക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൂടുതൽ ലൈഫിലേക്ക് ഇട്ടുകൊടുക്കും. സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്നത്. നമ്മൾ പോസിബിലിറ്റീസ് നോക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട പോസിബിലിറ്റീസ് എവിടെ നിന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വരും, ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരും, അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി എനിക്ക് കിട്ടും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേണ്ട വഴികൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുതരും. റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എവിടെ പോകുന്നോ അവിടേക്ക് നമുക്ക് അവസരങ്ങൾ കാണാൻ തുടങ്ങും. ചെറുതും വലുതുമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. That is how subconscious mind works. നിങ്ങൾ എന്താ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്, അത് കൺഫേം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചില ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ, നമ്മൾ നല്ലത് പറഞ്ഞ അതുപോലെ തന്നെ കേട്ടിരിക്കും, മോശം പറഞ്ഞ അതിന് വലിയ അഭിപ്രായങ്ങൾ പറയാതെ കേട്ടിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് വേണ്ടത് എങ്ങനത്തെ ഫ്രണ്ട്സ് ആണ്? നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ പറ്റണം അല്ലെ, ശരിയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് പറയാൻ പറ്റണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനത്തെ ഒരു ഫ്രണ്ട് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് അല്ലെ, നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ, നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റാത്തൊരു ഫ്രണ്ടാണ്, റൈറ്റ്? സോ അതിന് വേണ്ടി നമ്മൾ ചേഞ്ച് ആവുക എന്നുള്ളതാണ്. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഐഡിയാസ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേൾക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും കാണാത്ത, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഒരു രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ, ഇൻഫർമേഷൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുതരാൻ കഴിവുള്ള അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു സോഴ്സ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ്ലി ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് കണ്ടോ, എന്ത് അനുഭവിച്ചു, എന്ത് എക്സ്പീരിയൻസ് ചെയ്തു, എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്ത് മനസ്സിലാക്കി, അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, നമുക്ക് വേണ്ട പെർമിഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം അല്ലെ. ആ ഒരു ലിമിറ്റഡ് സോഴ്സ് നിന്നായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് വെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം, നിങ്ങളുടെ ഒരു ഡ്രീം കമ്പനി ഉണ്ട്, നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ആസ്ക് യുവർ സെൽഫ് ഓർ ഗീവ് ദ പെർമിഷൻ ടു യുവർ സെൽഫ്. ഞാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കാം, അതിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളതായിരിക്കാം നിങ്ങൾക്ക് അറിയാത്തത്. ഓർ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആരാണ് ആവേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. സോ ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് യാതൊരു ചെലവുമില്ല. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻഫിനിറ്റ് പവർ ആണ് അല്ലെ, വളരെ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ആണ്. ഇത് ഒരാൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല, എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ പല ആളുകളും അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നില്ല. കാരണം അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അവരെവിടുന്ന് വരുന്നു, എങ്ങനത്തെ ഒരു സർക്കിളിൽ നിന്ന് വരുന്നു, അതിന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ചോദിക്കുക, സജഷൻസ് കൊടുക്കുക, ഇൻഫർമേഷൻ കൊടുക്കുക, അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറയാനുണ്ട്. സോ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ എവിടെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും, എവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റീപ്രോഗ്രാം ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ഇവിടെ പല ആളുകളെയും സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടായിരിക്കാം, മടിയാണ്. കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശീലം ഇല്ല. പുതിയ തോട്ട്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പഴയ തോട്ട്സ് ആയിരിക്കാം അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രെയിംസ് ആയിരിക്കാം നിങ്ങളുടെ എപ്പോഴും കോൺസ്റ്റന്റ്ലി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കുക അല്ലെ. സോ ആ ഒരു നമ്മുടെ ഒരു ശീലം ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. കോൺസ്റ്റന്റ് ആയിട്ടുള്ള തോട്ട്സ്, ഐഡിയാസ്, ചോദ്യങ്ങള്, കൺഫർമേഷൻ, സജഷൻസ് സെൽഫായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാം.
ട്രസ്റ്റ് മീ, നിങ്ങളത് ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വെരി നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ, വെരി സെക്കൻഡ്സിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് എൻ്റെ ലൈഫിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സംഭവിക്കുന്നുണ്ട്, വളരെ മ്യൂച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ഫിസിക്കലി, ഇമോഷണലി, ഇന്റലക്ച്വലി, റൊമാൻറ്റിക്കലി ഒക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന റിലേഷൻഷിപ്പിലേക്ക് ഞാൻ വരികയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ എൻ്റെ റൈറ്റ് പാർട്ട്ണർ എൻ്റെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത്, ഈ ഒരു തോട്ട്സ്, ഈ ഒരു ഐഡിയ, ഈ ഒരു കാര്യം നിങ്ങളുടെ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒബ്സർവ് ചെയ്യേണ്ടത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലാണ്. ഓർ നിങ്ങൾ എന്താണ് കോൺസ്റ്റന്റ്ലി, അത് ഈവൻ മീഡിയ ആയിരിക്കാം, നിങ്ങൾ പിന്നീട് കാണുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കപ്പിളായിരിക്കാം, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിളായിരിക്കാം, വളരെ ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ആയിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ പാരന്റ്സിന്റെ ഇടയിലുള്ള ആ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബോണ്ട് ആയിരിക്കാം, നിങ്ങളുടെ നെയ്ബേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കാം, നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നിങ്ങളത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ എന്താണോ ഡ്രീം ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ദാറ്റ് ഈസ് എ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. സോ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാം. ആൻഡ് ഈ വീഡിയോ വേണ്ട ആളുകൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. സോ ഒരിക്കലും നിങ്ങളൊരു ഫ്രണ്ട് ആവരുത്, നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് പ്രോബ്ലം മാത്രം കേട്ടിരിക്കുന്ന ഒരാളാവരുത്, അല്ലെ? അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാതെ കേട്ടിരിക്കുന്ന ഒരാളാവരുത്, അല്ലെ? സോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ആവശ്യമുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ആ ഫ്രണ്ടിന് ലൈഫിൽ മാറ്റം വരേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ, അവർക്കത് മാറ്റം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.